നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് ആപ്പുകൾ വർക്ക് ചെയ്യും. ഈ ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ചിലപ്പോൾ ചില ആപ്പുകൾ അധികമായിട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. കാരണം മൊബൈൽ ഫോണിൻ്റെ ചെറിയ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന എല്ലാ ആപ്പുകളും നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ക്ലോസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് എബൌട്ട് ഫോൺ എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോണിൽ എബൌട്ട് ഫോൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കേണൽ വേർഷൻ എന്നോ അല്ലെങ്കിൽ ബിൽഡ് നമ്പർ എന്നോ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണിൽ ഇത് രണ്ടുമല്ല. നമുക്കിവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ വേർഷൻസ് എന്ന് കാണാൻ സാധിക്കും. ഈ വേർഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ വേർഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണും. അവിടെയാണ് നമ്മൾ ഇതുപോലെ 7 തവണ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് കേണൽ വേർഷൻ ആയിരിക്കും ചില ഫോണിൽ കാണാൻ. അങ്ങനെയുള്ള ആളുകൾ സെറ്റിംഗ്സിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ 7 തവണ പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ബിൽഡ് നമ്പർ എന്ന് കാണുന്നിടത്ത് നിങ്ങൾ 7 തവണ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആകും. എൻ്റെ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആണെന്ന് കാണുന്നത്. ഇനി നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സെറ്റിംഗ്സിൽ അഡീഷണൽ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും. ഇവിടെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും അവസാനം ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡെവലപ്പർ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇതുപോലെ മുകളിൽ കാണുന്ന പോലെ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ഒരു ഓപ്ഷൻ കാണും. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന എല്ലാ ആപ്പുകളുടെയും ആക്ടിവിറ്റി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് ചെയ്തു വെക്കണം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്തരം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്.